കോന്നി നിയോജക മണ്ഡലത്തിൽ സിറ്റിംഗ് എംഎൽഎ KU ജനീഷ് കുമാറിന്റെ പ്രചരണം ഊർജിതമായിട്ട് തന്നെ നടക്കുകയാണ്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലായിടത്തും ജനീഷ് കുമാർ ഓടിയെത്തുന്നുണ്ട്. ഇപ്പോൾ ആളുകളെയൊക്കെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ് ജനീഷ് കുമാർ. ഇത്തവണയും മണ്ഡലം നിലനിർത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷ KU ജനീഷ് കുമാറിനുണ്ട്. അപ്പോൾ പ്രചരണമൊക്കെ തകൃതിയായി നടക്കുകയാണ്. എന്താണ് ഇപ്പോൾ ഈ നാടിൻ്റെ ഒരു പൾസ്? നാടിൻ്റെ പൾസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. രാഷ്ട്രീയത്തിനതീതമായി വലിയ നിലയിൽ ബഹുജനങ്ങൾ അതിന് തയ്യാറായി തന്നെ നിൽക്കുകയാണ്. കോന്നിയിൽ കഴിഞ്ഞ 6.5 വർഷം കൊണ്ട് വന്നിട്ടുള്ള മാറ്റം ഈ നാട്ടിലെ ജനങ്ങൾ സങ്കല്പിക്കുന്നതിനപ്പുറമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വികസന പദ്ധതികൾ തുടരണമെന്ന് ഈ നാട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒരു സ്റ്റാർ ക്ലാസ് മണ്ഡലമായിട്ട് കോന്നി മാറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ തിരിച്ചു പിടിക്കാൻ UDF-ഉം നിലനിർത്താൻ LDF-ഉം ഒരു നിർണായക ശക്തിയാകാനായിട്ട് BJP-യും ഒക്കെ കൊണ്ടുപിടിച്ച ശ്രമങ്ങളാണ് നടത്തുന്നത്. അപ്പോൾ LDF-ന്റെ ആത്മവിശ്വാസം എന്താണ്? LDF-ന്റെ ആത്മവിശ്വാസം ചിട്ടയായ സംഘടനാ പ്രവർത്തനം തന്നെ. ഞങ്ങൾ സംഘടനാ വർക്കിൽ ബൂത്ത് തലം വരെയുള്ള സംഘടനാ വർക്കിൽ വളരെയേറെ മുമ്പിലെത്തിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇവിടെ നാട്ടിൽ നടത്തിയിട്ടുള്ള ഡെവലപ്മെൻറ്റ് ജനം അത് ചിന്തിക്കുമല്ലോ. UDF മലയോര ഹൈവേ പൈസ ഇല്ല ഉപേക്ഷിച്ചു. ആ മലയോര ഹൈവേ യാഥാർത്ഥ്യമാക്കിയതിന് ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് 2014 UDF ഉപേക്ഷിച്ച മെഡിക്കൽ കോളേജ് ജനങ്ങളുടെ കൺമുമ്പിൽ വളർന്നു, അതിവേഗം വളർന്നു. അത് യാഥാർത്ഥ്യമാക്കി അംഗീകാരം വാങ്ങി അതിനുശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ്. ആ 2 പ്രധാന പദ്ധതികൾ മാത്രമല്ല, മണ്ഡലത്തിലെ റോഡുകളാകെ ഇന്ന് ഹൈടെക് റോഡുകളായി മാറി. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ UDF-നുണ്ടായിട്ടുള്ള തർക്കം, സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉണ്ടായിട്ടുള്ള തർക്കം, അപ്പോൾ ബഹുദൂരം മുമ്പിലെത്താൻ LDF-ന് പ്രചരണത്തിൽ കഴിഞ്ഞു. അത് ഇപ്പോൾ UDF-നുണ്ടായ തർക്കവും പ്രചരണത്തിൽ മുന്നിലെത്താൻ കഴിഞ്ഞതും അത് ഗുണം ചെയ്യും, ഒരു പോസിറ്റീവ് കാണുന്നുണ്ടോ? UDF-ന്റെയും BJP-യും ഒന്നും കാൻഡിഡേറ്റിനെ പോലും നിശ്ചയിക്കാൻ കഴിയാത്ത നിലയിലേക്ക് അവർ മാറുന്നു എന്നുള്ളത് അവരുടെ അണികളെ പോലും നിരാശപ്പെടുത്തി അവരുൾപ്പെടെ ഞങ്ങളെ സഹായിക്കുന്ന കാഴ്ചയുണ്ടാവും. അപ്പോൾ എന്താണ് ഇവിടുത്തെ വോട്ടർമാർക്ക് നൽകാനുള്ള പുതിയതായിട്ട് അവർക്ക് കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ്? അല്ല, കഴിഞ്ഞ കാലങ്ങളിൽ അവർക്കൊപ്പം നിന്നതുപോലെ തുടർന്നും രാവും പകലും കോന്നിയുടെ വികസനത്തിന് വേണ്ടി ഈ നാട്ടിലെ ജനങ്ങൾക്കൊപ്പം ഉണ്ടാവും. തുടങ്ങി വെച്ചിട്ടുള്ള ധാരാളം വികസന പദ്ധതികളുണ്ട്. അതൊന്നും നിലച്ചു പോകരുത്, അതൊന്നും ഫ്ലെക്സ് ബോർഡിലാവരുത്, അതിവേഗം അത് യാഥാർത്ഥ്യമാക്കണം. അപ്പോൾ KU ജനീഷ് കുമാർ വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇത്തവണയും മണ്ഡലം നിലനിർത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷ കൂടി KU ജനീഷ് കുമാർ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷിജോ കുര്യൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.